ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എങ്കിലും ഞാൻ വേറെ ഒരു വിധത്തിൽ ഞാൻ കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. പിന്നെ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞ ശേഷം നല്ലെണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം ഉലുവ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മസാലകളാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത്. ബേ ലീഫ് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് ഇട്ടു. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പട്ട, ചെറിയൊരു പീസ് പട്ട ചെറുതായിട്ട് മുറിച്ചിട്ടു. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, നല്ല 5-6 ഗ്രാമ്പ് നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സിമ്മിൽ വെച്ചേക്കെ. എന്നിട്ട് കുറച്ച് ഒരു സ്റ്റാർ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണേ. എൻ്റെ തീ കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുറച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ട് ഒരു 4 എണ്ണം ഞാൻ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 കരിവേപ്പിലയുടെ തണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ നല്ലെണ്ണയിൽ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് ഈ സവാള നല്ലോണം ഒന്ന് വഴണ്ടി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം ഒന്നും തീരെ അങ്ങോട്ട് ഈ ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ വഴണ്ടി വന്നാൽ മതി. നല്ലോണം വാടി വരത്തില്ലേ ഈ നല്ലെണ്ണയിലും, അതേപോലെ അങ്ങ് വാടി ഒന്ന് എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി വെച്ചേക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ 2 ടീസ്പൂൺ കേട്ടോ, കുറച്ച് വലിയ ടീസ്പൂണാണിത്. അത് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായി വഴറ്റി കഴിഞ്ഞ ശേഷം അതിൻ്റെ അപ്പോൾ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ ശേഷം ഞാനൊരു 4 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്തു, ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണമേ. ആ തക്കാളി അതിൻ്റെ അകത്ത് സവാളയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം. പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. ഇതൊക്കെ ഞാൻ സിമ്മിലാട്ടോ ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ച അതിൻ്റെ അകത്തോട്ട് ശക്കല വെള്ളം ഒഴിച്ചിട്ട് ഞാനങ്ങ് ഒഴിക്കുമായിരുന്നു കേട്ടോ, ഇതൊന്ന് വഴൻ്റെ നല്ലോണം വരാനായിട്ട്. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഈ കിച്ചൺ കിങ് മസാല എന്ന് പറഞ്ഞൊന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മൾക്ക്. അതിൽ നിന്ന് ഞാൻ 1 ടീസ്പൂൺ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. അത് കുറച്ച് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട് ആ ഒരു മസാല നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത്. അതിൻ്റെ ഞാൻ 1 ടീസ്പൂൺ നിറച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനങ്ങ് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങ് മൂടി വയ്ക്കുക, അതങ്ങ് വേകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്. അപ്പോൾ ആ ചെറിയ കുറച്ച് വലിയ വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരണം. അങ്ങനെ ഞാൻ കുറച്ച് ഉടയാത്തൊക്കെ നല്ലോണം ഉടച്ചെടുക്കുകയാണ്. നന്നായി ഇളക്കി നന്നായി എല്ലാം കൂടെ ചേർന്ന് നന്നായി യോജിപ്പിക്കണം കേട്ടോ. ഞാൻ ഉപ്പുണ്ടോ നോക്കുവാണേ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊരു ശകലം ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇത്
സവാളയ്ക്കും തക്കാളിക്കും വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ നമുക്ക്. അതുകൊണ്ട് അതിന് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഈ കസ്തൂരി മേത്തി എന്നും പറഞ്ഞ് ഒന്ന് കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് ഒരു ശകലം ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊരു നല്ല ഉണക്കി പൊടിച്ചതാണ് ആ ഉലുവയുടെ ഇല. നല്ല ഒരു മണം കിട്ടും അതിൽ ഇട്ട് കഴിഞ്ഞാൽ, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ ചിക്കൻ ഒരു 10 നിമിഷത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 നിമിഷം ഞാൻ അവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ തക്കാളിയുടെ കൂടെ നല്ലോണം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേവിക്കുകയാണ്. ഒരു 10 നിമിഷം ഞാൻ വേവിച്ചു കേട്ടോ. ഇത് ഞാൻ സിമ്മിലിട്ട് നല്ലോണം 10 നിമിഷം ഞാൻ വേവിച്ചു. നല്ല ഡെലീഷ്യസായ ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.